ഗൈസ്, എൻ്റെ പേര് വിവേക് വൈശാഖ്. അപ്പം ഞാനൊരു ട്രിപ്പിന് പോവാണ് ഗൈസ്. ഞാനൊന്ന് ഡൽഹി വരെ പോവാണ് ഗൈസ്. കുറച്ച് പ്ലാനുകളൊക്കെ ഉണ്ട്, അത് വഴിയെ പറയാം. ഡൽഹി എന്തിനാണ് പോണതെന്ന് ചോദിക്കരുത്, അത് അടുത്ത വ്ളോഗിലായിട്ട് നിങ്ങൾ കണ്ടാൽ മതി കേട്ടോ. അല്ലെങ്കിൽ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ പറയാം. അതായത് ഇപ്പം എന്തായാലും ടൈമില്ല ഗൈസ്, ടൈമില്ല. ഞാൻ വ്ളോഗ് എടുക്കണം വേണ്ടത് നിങ്ങൾ കുറേ ആലോചിച്ചു. പിന്നെ ആണെങ്കിൽ വ്ളോഗ് എടുത്തേക്കാം, നമ്മൾ പിന്നെ കുറേ നാൾ കഴിഞ്ഞിട്ടൊക്കെ ഇത് കാണാമല്ലോ, അല്ലെങ്കിൽ നമ്മളെ വീട്ടുകാർക്കും കൂട്ടുകാർക്ക് കാണാമല്ലോ. അങ്ങനെ ഞാൻ ഒറ്റയ്ക്കല്ല, ഒരാളും കൂടെ ഉണ്ട്. അതെന്തായാലും വഴിയെ അപ്ഡേറ്റ് ചെയ്യാം. അങ്ങനെ ഞാൻ ഇവിടെ ബാഗൊക്കെ പാക്ക് ചെയ്തുകൊണ്ട് കേട്ടോ. ലഗേജ് ഭയങ്കര കൂടിപ്പോയി. ഇത് മാക്സിമം കുറച്ചുണ്ട്, പക്ഷേ ഒട്ടുത്ത് വെയിറ്റ്. ഇതെങ്ങനെ ഞാൻ സ്റ്റേഷനിലേക്ക് എത്തിക്കുമെന്ന് അറിയില്ല. നോക്കട്ടെ എന്തായാലും. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറക്കാൻ പോകട്ടെ. ഇവിടെ ആരും ഇല്ല, അച്ഛനും അമ്മയൊക്കെ ജോലിക്ക് പോയേക്കാണ്. അവരോട് ഞാൻ രാവിലെ ഇന്നലെ നൈറ്റ് ടാറ്റ പറഞ്ഞിട്ടാ ഞാൻ എണീറ്റപ്പോൾ ലേറ്റ് ആയി. അപ്പോൾ പിന്നെ അച്ഛനെ കണ്ടിരുന്നില്ല. അപ്പോൾ ഞാൻ മുട്ടയൊക്കെ മുറിച്ച് വന്നുള്ളൂ സെറ്റല്ലേ. അപ്പോൾ ഞാൻ എന്തായാലും ബാക്കി വഴി അപ്ഡേറ്റ് ചെയ്യാൻ ഞാൻ ഇറങ്ങാൻ നിൽക്കുകയാണ്. ഇപ്പോൾ സമയം 5 മണിയായി. ഇന്ന് ഡേറ്റ് 20-ാം തീയതി ജനുവരി 20-നാണ് ഞാൻ ഇന്ന് ഇറങ്ങണത്. എത്ര ദിവസത്തെ ട്രിപ്പാണെന്നൊരു പ്ലാനിൽ കേസ് എല്ലാം നല്ലപോലെ നടക്കുമെന്ന് വിചാരിക്കണം. അപ്പോൾ ബൈ. അപ്പോൾ ഓക്കെ കേസ്, നമ്മൾ ഈ വണ്ടിയിലാണ് പോകണം കേട്ടോ. ഇവിടെ കുമ്പിളിൽ വെച്ചിട്ട് പോകണം. ഇവിടുന്ന് ബസ് കയറി പോകണമെന്ന് കുറച്ച് ചടങ്ങായിരിക്കും. നമ്മളെ കാർ അവിടെ ഒതുക്കിയിട്ടുണ്ട് ബാക്കിലോട്ട്. ഇനിയിപ്പോൾ ഇവിടെ അച്ഛൻ വണ്ടി ഓടിക്കാത്തതുകൊണ്ട് അത് കുറേ നാളെ ഇനിയിപ്പോൾ അവിടെ കിടക്കായിരിക്കും. അത് ഞാൻ തിരിച്ചു വരുന്നവരെ അവിടെ കിടക്കും. അപ്പോൾ ഓക്കെ കേസ്, അപ്പോൾ ഇവിടെ അപ്പോൾ ഓക്കെ അമ്മൂമ്മേ, ടാറ്റ. തണുപ്പിലൊന്നും ഇറങ്ങൂല, ഒരിക്കലും ഇല്ല. ബൈ ബൈ. എന്നെ യാത്ര അയക്കാൻ അമ്മൂമ്മ മാത്രമാണ് കേസ് ഇവിടെ ഉള്ളത്. അമ്മ ജോലിക്ക് പോയി, അച്ഛനും ജോലിക്ക് പോയി, ഞാൻ മാത്രം. അത് കേസ് കുറേ നീണ്ടുപോയ ട്രിപ്പായിട്ട് ഞാൻ പോണത്. ഒരുപാട് നാളത്തെ ആഗ്രഹമാണ്. ഞാൻ എന്തായാലും ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. ബാക്കിയൊക്കെ അപ്ഡേറ്റ് ചെയ്യാം കേസ്. എങ്ങോട്ടാണ്, എപ്പോഴാണ്, എന്തിനാണ് പോകണമെന്നൊക്കെ അപ്ഡേറ്റ് ചെയ്യാം. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. പക്ഷേ ഒരു സീൻ വെച്ചാൽ സ്ലീപ്പർ അല്ല, നമ്മൾ ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ കയറിയിട്ടാണ് ഡൽഹിക്ക് പോകുന്നത്. ഷോക്കായിരിക്കും. ഇവിടുന്ന് ഒരു 35-36 മണിക്കൂറുണ്ട്. ഓക്കെ കേസ്, എന്തായാലും ഞാൻ വീട്ടിൽ നിറങ്ങട്ടെ. ബൈ 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 ബൈ. ഗേസ്, ഞാനിപ്പോൾ നിൽക്കുന്നത് കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിലാട്ടോ. ഇപ്പോൾ സമയം 6:30. അപ്പോൾ നമ്മളെ വണ്ടി 7 മണിക്കാണ്. ഇവിടെ 7 മണിയാണ്, 7:05 സമയം. ലൈറ്റൊന്നുമില്ല, കറക്റ്റ് സമയത്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് വണ്ടി എന്തായാലും. അപ്പോൾ നമ്മൾ ഗേസ് എൻ്റെ കൂടെ വേറൊരാൾ കൂടെ ഉണ്ട്. അതേ അതിൽ കാണിച്ചു തരാം. ഇതിലേക്ക് എല്ലാവർക്കും അറിയുന്ന ആളില്ല ചേട്ടാ. വേറെ ഞാനിപ്പോൾ പറയല്ല, ഞാൻ വീഡിയോ എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ നേരെ പോകുന്നത് ഡൽഹിക്ക് കേട്ടോ. ഫസ്റ്റ് നമ്മുടെ സ്പോട്ട് ആഗ്രയാണ്, പക്ഷേ നമുക്ക് ഡയറക്റ്റ് ട്രെയിൻ കിട്ടാത്തതുകൊണ്ട് നേരെ ഡൽഹി പോകണം. എന്നിട്ട് ഡൽഹിയിൽ നിന്ന് അവിടെ നിന്ന് ആഗ്രഹം പോകും. അങ്ങനെ ആഗ്രഹം നിന്ന് വേറൊരു സ്ഥലത്തോട്ട് പോകണ്ട, അത് പിന്നെ പറയാം. 7 മണി ആവാനായിട്ടോ. വണ്ടി എത്താനായി. ഒരു ബാക്കിൽ ഫോട്ടൊക്കെ കഴിഞ്ഞതുകൊണ്ട് അതിനിപ്പോൾ ഇവിടെ നിന്നൊരു 10 കിലോമീറ്റർ 15 കിലോമീറ്റർ കിട്ടുന്നുണ്ടാവും. അപ്പോൾ ഗെയ്സ്, ജനറൽ കമ്പാർട്ട്മെൻറ്റിലാണ് പോണത്. തോറി മെഴുകുമെന്ന് അറിയില്ല. എന്തായാലും എല്ലാ കാര്യങ്ങളും ഞാൻ വ്ളോഗിൽ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. മാക്സിമം എൻ്റെ വ്ളോഗ് പറ്റുകയാണെങ്കിൽ ബാക്കിയുള്ളതൊക്കെ കാണാം. മാക്സിമം ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ബൈ ബൈ ഗെയ്സ്. ഇപ്പോൾ വണ്ടി മാംഗ്ലൂർ എത്തി. ഞാൻ സ്ലീപ്പറിലെ ടിക്കറ്റ് അവൈലബിലിറ്റി ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ഒന്ന് ചോദിക്കാൻ വേണ്ടി പോയതാണ് ടീച്ചറുടെ അടുത്ത്. ജനറലിൻ്റെ അവസ്ഥയോടായിട്ട് ചോദിക്കാൻ വേണ്ടി പോയതാണ്. പക്ഷേ അവിടെ ഇല്ല കേട്ടോ, ഫുള്ളാണ്, സീറ്റ് ഒഴിവില്ല അത്ര. ടീച്ചർ മലയാളമായിരുന്നു, അതുകൊണ്ട് വലിയ സീനൊന്നുമില്ല. ചോദിച്ചു കാര്യം, പക്ഷേ ഒഴിവില്ല. അതുകൊണ്ട് ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതാണെങ്കിൽ സ്ലീപ്പർ ബാക്കിലാണ്. ഞാനിപ്പോൾ എന്നിട്ട് ജനറൽ മുമ്പിൽ പൊക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഉദാഹരണ ബാക്കി വേണ്ടെടുത്ത് കാണിച്ചു. ഇതാണ് നമ്മളെ ചപ്പാത്തി കൊടുത്തേക്കാണ്. നമ്മളിപ്പോൾ സമയം 10 മണി. ഫുഡ് നമ്മളെ വിശന്ന് കഴിഞ്ഞ് ഒരാളെ ചപ്പാത്തി സ്വന്തം പരത്തി എന്നൊക്കെ പറയുന്നുണ്ട്. നോക്കട്ടെ, അതിലമ്മണ്ട് ചപ്പാത്തി പരത്തിട്ട് സമൂസ പോലെ ഒക്കെ ആയിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കാൻ കഴിയും. പക്ഷെ തുറക്കണില്ല, ടേപ്പെല്ലാം മടിച്ചേക്കും. ഞാൻ പിന്നെ വേറൊരു ഗതിയില്ലാത്തോണ്ട് ബ്ലേഡ് എന്താ കിട്ടുമോ ഇത് തുറക്കാൻ വേണ്ടി? ഇതാണ് ചിക്കൻ മേടിച്ചു, പൊരിച്ചു വെച്ചു, പിന്നെ ഒരു ലെമൺ മുറിച്ച് വെച്ചു, പിന്നെ ഒരു 4-5 ചപ്പാത്തി ആക്കി. വേറെ ഒന്നും ആക്കാൻ സമയം കിട്ടില്ല ഗൈസ്. മതി, ഏതായാലും ട്രെയിൻ ഫുഡ് വെച്ച് നമ്മൾ വയറിന് പണിയിട്ട് വെച്ചിട്ടാണ് വീട്ടിൽ നിന്ന് വന്നത്. പിന്നെ അല്ലറ ചില്ലറ ഫുഡൊക്കെ മേടിച്ചു പോകണം നമ്മൾ. കുഴപ്പമില്ല, ഇതൊക്കെ മതി. അതെനിക്ക് തോന്നിയായിരുന്നു മായ ഉണ്ടാവില്ല. ഞാനിത് കഴിഞ്ഞിട്ട് ഈ പേപ്പറോടെ വിരിച്ചിട്ട് ഇത് തന്നെ കിടന്നാക്കാൻ പോകുന്നു. ഞാനിങ്ങനെ ചാടുന്നതിൻ്റെ കഴിക്കാറ് കുറവാ. പിന്നെ കുഴപ്പമില്ല, വിശപ്പുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ലല്ല. ഉപ്പ് പറഞ്ഞതിന് കൂടിയില്ല.
കൂടിയാ ഇതില്ലേ നാരങ്ങ പിഞ്ഞ് നല്ല കിടിലൻ സാധനം. അത് കറിയില്ലെങ്കിലും കുഴപ്പമില്ലട്ടോ നമുക്ക്. കറിന് കുഴപ്പമില്ല, ഇങ്ങനെ കഴിക്കാം. വേറെ പണി ഉണ്ടല്ലോ. അതുകൊണ്ടാണ് മച്ചാന്റെ കൈപ്പുണ്യം പറഞ്ഞത്. നല്ല ടേസ്റ്റ് ഉണ്ട്. നാളെ ഓക്കെ വിശന്നുണ്ടായിരിക്കും വേണ്ട. ഓക്കെ അപ്പൊ ഓക്കെ കഴിച്ചു. നമ്മളിപ്പോ രാജസ്ഥാൻ കയറി കേട്ടോ. ഓയോ നല്ല തണുപ്പായി. സെയിം തണുപ്പാണ് ഗേസ്. നമ്മളിപ്പോ രാജസ്ഥാനിലെ ഏതോ സ്റ്റേഷനിലായിട്ടുള്ളത്. സ്റ്റേഷനിൽ ഏതോ കാട്ടിന്റെ ഉള്ളിലാ. വണ്ടി കുറെ ഇവിടെ പിടിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാനിപ്പോ ഉറക്കൊന്നും ശരിയാകുന്നില്ല കേസ്. അതായത് കുറച്ച് ഉറങ്ങുന്നു, അങ്ങ് എണീക്കുന്നു, ഉറങ്ങുന്നു, എണീക്കുന്നു. അതിനിടയ്ക്ക് വടാപ്പാവ് വാട്ടർ, അത് ഇത് തേങ്ങ മാങ്ങ എന്തൊക്കെയോ വരുന്നു. ഞങ്ങൾ ഇപ്പോഴാണ് പല്ലാക്കാൻ പോയത്. ഇപ്പൊ സ്ത്രീ അങ്ങോട്ട് പോയൊക്കെ ഉള്ളൂ. രണ്ടുപേർക്ക് എണീച്ച് പോകാനും പറ്റില്ല തിരക്കായതുകൊണ്ട്. അപ്പോൾ സ്ത്രീ ഇപ്പോൾ പോയിട്ടുണ്ട് ഫസ്റ്റ് പല്ലേക്കാൻ വേണ്ടിട്ട്. ഞാൻ കിടക്കായിരുന്നു. ഞാൻ കിടന്നിട്ട് ഇപ്പോഴാണ് എന്ന് എണീറ്റ്. സ്ത്രീ പോയിട്ടുണ്ട്. സ്ത്രീ വന്നിട്ട് വേണം എനിക്ക് പോവാൻ. എന്തിനു വേണമെന്ന് കഴിക്കാൻ. അയ്യോ പൻവേലല്ലേ? പൻവേൽ സ്റ്റേഷൻ. നമ്മളെ പൻവേൽ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ പക്ഷേ മഹാരാഷ്ട്രയല്ലേ പറഞ്ഞത്? അതെ, മഹാരാഷ്ട്ര കേട്ടോ സ്റ്റേറ്റ്. കിടില സ്റ്റേഷൻ. അതുകൊണ്ടാണ് ഇത് വീട് എടുക്കാൻ പോകുന്നത്. ഞങ്ങൾ പുറത്തൊന്നും ഇറങ്ങാൻ പോകുന്നില്ല. സ്റ്റേഷൻ നല്ല വൈബ് സ്റ്റേഷൻ കേട്ടോ. നല്ല വലിപ്പുണ്ട് ഒന്നാമത്തെ കാര്യം. അതായത് ഇതെന്താ മച്ചാ ജംബോ സർക്കസ് ഇട്ട പറയില്ലേ സെറ്റ്. ജംബോ സർക്കസ് ഒക്കെ ഇങ്ങനെ ഉണ്ടാവുക. സമ്മരായിട്ടുണ്ട് മൊത്തത്തില്. ഇവിടുന്ന് കയറാൻ നല്ല തിരക്കും ആൾക്കാരും ഉണ്ട്. ഇനിയിപ്പോ ഇവിടുന്ന് പ്രത്യേകിച്ച് ഇറങ്ങാനൊന്നും ആളില്ല. ഇത് കൊറേ ആള് കേറിയതല്ലോ, ഇറങ്ങാനാണ്. ആരെങ്കിലൊക്കെ ഇറങ്ങിയാതായിരുന്നു. ആരുമില്ല. ഇതാ പൻവേൽ. നമ്മളിപ്പോ എന്ന സ്റ്റേഷനിലെത്തിയിരിക്കുന്നതാണ്. എന്ത് ചെയ്യും? ആകെ ടെൻഷനല്ല. ലൈഫിൽ ഇത്രയും വേസ്റ്റ് ചെയ്തിട്ടേ. നമ്മളെ സ്ഥലത്തോട്ട് എത്താൻ ഇനിയിപ്പോ വേറൊരു 2 സ്റ്റേഷൻ കൂടെ ഉള്ളൂ കേട്ടോ. 2 സ്റ്റേഷൻ എത്തുന്നത് നാളെ. അതെ, നമ്മൾ നാളെ രാവിലെ എത്തുന്നതാണ്. ഒന്ന് രാത്രി 11 മണിക്ക്, പിന്നെ ഒന്ന് രാവിലെ 6 മണിക്ക്. അതുപോലെ ഇത് പറഞ്ഞ പോലെ 2 കിലോമീറ്റർ കഴിഞ്ഞ വീടാണ്. അല്ല എന്ത് 2 വളം കഴിഞ്ഞ വീടാണ്. അപ്പൊ ഞങ്ങളത് കോട്ട മൈതാനം വഴി 2 റൗണ്ട് കോട്ട ജംഗ്ഷൻ കഴിഞ്ഞിട്ടാ. ഗൈസ്, അപ്പൊ ഞങ്ങള് കോട്ട ജംഗ്ഷൻ കഴിഞ്ഞിട്ടാ നീണ്ട യാത്രക്കൊടുവിൽ ഞങ്ങളുടെ അവസാനത്തെ, അതായത് നിസാമുദ്ദീൻ അടുത്ത സ്റ്റോപ്പ്, അതിന് തൊട്ട് മുന്നത്തെ സ്റ്റോപ്പ് ഞങ്ങള് താണ്ടിയിരിക്കുന്നു. ഇനി അടുത്ത സ്റ്റേഷൻ പുള്ളി നോക്കുന്നത്, പുള്ളി കാസർഗോഡ് ജോലി ചെയ്യുന്നുണ്ടാ. പുള്ളിയുടെ വീട് ഡൽഹിയിലാണ്. പുള്ളിയുടെ വീട് യൂട്യൂബേഴ്സാ. പുള്ളി ഫാമിലി, പുള്ളിയുടെ കൂടെ ഇബ്രാഹിം എന്ന് പറഞ്ഞ പുള്ളിയുടെ കുട്ടി കൂടെ ഉണ്ട് കേട്ടോ. ഒന്നാമത് വ്ലോഗൊക്കെ കംപ്ലീറ്റ് ചെയ്യാനൊക്കെ ചോദിച്ചാൽ പക്ഷെ ചെയ്യാൻ പറ്റുന്നില്ല. അതായത് ഇവിടുന്ന് സീറ്റിൽ നിന്ന് അനങ്ങാൻ പറ്റുന്ന അവസ്ഥയാണ്. അത്രയും ജനറൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത, വിചാരിച്ചതിനേക്കാൾ കുറച്ച് കൂടി പോയി. പ്രതീക്ഷയായിരുന്നു. പക്ഷെ എന്നാലും ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്നു, നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ ജനറലിൽ വരൂ, എന്നൊരു എക്സ്പീരിയൻസ് ചെയ്യൂ. എത്ര ദിവസം? 1.5 ദിവസം? 35 മണിക്കൂറാന്ന് തോന്നുന്നു. കാസർഗോഡ് 35, അവിടെ ഒരു 38 മണിക്കൂർ. നമ്മളെ മലപ്പുറത്ത് തിരൂരിനാണ് ഞാൻ കയറിയത്. തിരൂരിന്ന് 38 മണിക്കൂറോ. നല്ല രസമാണ് 38. ഇങ്ങനെ ഒരു എൽ ഷേപ്പ് സീറ്റിലിരിക്കുന്നത് മോനെ ഊപ്പാട് പാടും. 122-17 കൊച്ചുവേളി ടു ചണ്ഡിഗഡ് സമ്പർക്രാന്തി സൂപ്പർഫാസ്റ്റ്. ഇതിനാണ് നമ്മൾ വന്നിട്ട്. വണ്ടി പോലെ വണ്ടി ഷാർപ്പ് ടൈം വേണ്ട. കറക്റ്റ് ടൈമിൽ വണ്ടി എത്തി. കറക്റ്റ് ടൈമിൽ വണ്ടി വിട്ടും ചെയ്തു.
അയ്യോ ഞങ്ങൾ ഇറങ്ങിട്ടോ. ഇവിടെ നല്ല തണുപ്പാണ്. ശ്രീ വ്ളോഗ് കണ്ടിട്ടോ, ഞാൻ ചെയ്യണ്ട്. ഞങ്ങൾ രണ്ടിന് വ്ളോഗ് എടുക്കാൻ വിട്ടുപോയി. അത് ജനറലായിട്ട് ശരിക്കും എടുക്കാൻ പറ്റുന്ന അവസ്ഥയാണ്. പക്ഷെ കുഴപ്പമില്ല, കുറച്ചൊക്കെ എടുത്തിട്ടുണ്ട്. അയ്യോ നല്ല വണ്ടി കേട്ടോ, പക്ഷെ എല്ലാം പോച്ച്. അയ്യോ തണുക്കില്ല. എന്റെ മോനെ 2 വണ്ടിയിൽ ഒരുമിച്ച് തോന്നി. ഇന്ന് വൈബാണല്ലോ. ഒച്ച ഇത് സമ്പ്രകാന്തി മണിക്കൂർ വേറെ വണ്ടിയാണ്. ഇതിലൊരു പ്രശ്നം വെച്ചാല് നമ്മള് ജനറൽ കമ്പനി കഴിഞ്ഞാൽ ഫുള്ള് AC ആണ്. സ്ലീപ്പർ വാക്കാ വരുന്നത്. അപ്പൊ നമ്മൾ സ്ലീപ്പറിൽ അന്ന് ചോദിക്കാൻ വന്നപ്പോ കൊറേ പാട് കിട്ടു. കാരണം കൊറേ ബാക്കിലോട്ട് നടക്കണം ചോദിക്കണമെങ്കിൽ. ബാക്കി എല്ലാം AC ക്ലാസ് ഒക്കെയാണ്. അതായത് മലയാളീസ് ആണല്ലോ തോന്നുന്നുണ്ടല്ലോ. അത് മലയാളീസ് ആണെന്നുണ്ടല്ലോ. അല്ല കണ്ടിട്ട് തോന്നുന്നുണ്ട് മലയാളീസാന്ന്. നല്ല ഓജലൊക്കെ അട്ടാറൊക്കെ ഇത് ഒരു തുകില്ലേ. കുഴപ്പമില്ല. മുടി നമ്മളെ മുടിയൊക്കെ ട്രൈ ആയിട്ടാ, കുളിച്ചില്ലല്ലോ 2 ദിവസം. അതുകൊണ്ട് വൃത്തിയുടെ ലുക്കിലാണ്. കുഴപ്പമില്ല. നമ്മൾ എന്ത് ചെയ്യും പിന്നില്ല കേസ്. നമ്മളില്ലേ നമ്മളെ ട്രെയിൻ കേട്ട് 1 രൂപ പോലും നമ്മൾ എക്സ്ട്രാ കൊടുത്തില്ല. ആകെ കൊടുത്ത് അവർക്ക് മാത്രമാണ്. അത് നമ്മൾ പരിമിതമായി കൊടുത്തിട്ടുള്ളൂ. എല്ലാവർക്കും കൂടെ ഒരു 40 രൂപ കൊടുത്തിട്ടുണ്ടാവും അല്ലേ. ബാക്കി നമ്മൾ 1 രൂപ ഒരു ചായ പോലും മേടിച്ചില്ല ട്രെയിനിൽ നിന്ന്. നമ്മള് വെള്ളം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത്. ഇനിയാണ് നമ്മള് എന്തെങ്കിലും കഴിക്കാൻ. ചായ കൊതിയാണ് ചായ കുടിക്കാൻ. പിന്നെ ട്രെയിനിൽ നിന്ന് ചായ കുടിച്ചാൽ വല്ല പണി കിട്ടിയാലോ, അതുകൊണ്ട് വെച്ചിട്ടാ. അപ്പൊ അടുത്ത പരിപാടി പോടാ. ബൈ ബൈ ബൈ. ഉറങ്ങിയില്ല സീനാവും കേസ്. നല്ല ഉറക്കക്ഷീണുണ്ട്. ഉറങ്ങിയ പിന്നെ എനർജി ഉണ്ടാവില്ല. ഈ ലഗേജ് വെച്ച് നടക്കണ്ട. ഇവിടെ കുറച്ച് നമ്മൾ സ്പോട്ടൊക്കെ നോട്ട് ചെയ്തിട്ടുണ്ട്. എന്നാ പുക ഇരുന്നുണ്ട് കേട്ടാ. സമയം ഇപ്പോൾ 7 മണി കഴിഞ്ഞു. ഞങ്ങളിവിടെ വന്നിട്ട് ടെൻ്റ് അടിച്ചിരുന്നിട്ട്. അതായത് ഇവിടെ ഫസ്റ്റ് ഇവിടെ അപ്പുറത്ത് നിൽക്കുന്ന നമ്മളെ പാർക്കിംഗ് ഏരിയയുടെ ആളോട് ചോദിച്ചു. അപ്പോൾ ആൾ പറഞ്ഞു ഇവിടെ അടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. ഫസ്റ്റ് പറഞ്ഞ് പോലീസ് വരും, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് നമ്മൾ എങ്ങനെയൊക്കെ ഇവിടെ അടിച്ചു. എന്നിട്ട് ഉറക്കം വന്ന് ഉറങ്ങി സെറ്റ് ആയപ്പോഴേക്കും ആൾക്കാർ വന്നിട്ട് വിളിച്ചു പോലീസ് വരും, മേടിച്ചോ കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞു. എന്ത് കോപ്പാണോ. ഞങ്ങളത് മടക്കിയതായിപ്പോൾ വെച്ചുള്ളൂ. എന്നിട്ട് ചായ കുടിക്കാൻ പോണ്. ശ്രീ ചായ കുടിച്ചു കഷ്ടപ്പെട്ട് ടെൻ്റ് അടിച്ചപ്പോഴേക്കും കുറെ മൊണ്ടങ്ങൾ വന്നിട്ട് അടിച്ച് ഉറങ്ങി വന്നത്. ഒന്നാമത് ഒടുക്കത്തെ ഹോണും സൗണ്ടും. ഇവന്മാര് ഹോൺ അടിക്കാതെ നിൽക്കൂല. എന്ത് കാട്ടും, ഇവിടുന്ന് പോവാം. എന്റെ വായത്ത് മുഖമൊക്കെ എടുത്തിട്ടോ. നല്ല രസമാണ്. അയ്യോ നല്ല തണുപ്പുണ്ട് ഇവിടെ. 9 ഡിഗ്രി സെൽഷ്യസ് എന്തൊക്കെയാണ്, 9-10 അതുകൊണ്ട് നല്ല തണുപ്പാണ്. നമ്മൾ ഇവിടെ തന്നെ നിൽക്കാട്ടോ. നമ്മൾ ടെന്റ് ഇണിച്ച് പോകാനൊക്കെ പറഞ്ഞു. എന്നിട്ട് ഇവിടെ ടെന്റൊക്കെ മടക്കി ഇവിടെ ബാഗ് വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഒന്ന് ഓക്കെ ടോയ്ലറ്റിലൊക്കെ പോയിടുന്നതും കൂടെ ഫ്രഷ് ആയിട്ടൊക്കെ ഇവിടുന്ന് ഇറങ്ങാൻ വെച്ചു. അപ്പൊ ഇനിയിപ്പോ അടുത്തത് എന്താ പ്ലാൻ നമ്മൾ അങ്ങനെ വലിയ പ്ലാനൊന്നും ആക്കിയിട്ടില്ല. ഡൽഹി കുറച്ച് സ്ഥലങ്ങളിലും പോവാം. ഡൽഹി ഒരു വൈകുന്നേരം വരെ ഡൽഹി കവർ ചെയ്യാമെന്നൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഡൽഹി മുന്നേ വന്നിട്ടുണ്ട് കേട്ടോ. അത് ചേട്ടൻ്റെ കൂടെ ആയിരുന്നു വന്നത്. അപ്പൊ ഞാൻ ഭയങ്കര സേഫ് ആയിരുന്നു കേസ്. ഒരു 4 വർഷം മുന്നേ. അപ്പൊ എനിക്കൊന്നും അറിയേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ഒരു മിനിറ്റ്, ആരോ വന്നിട്ടുണ്ട് കേട്ടാ. ആരോ വന്നത് പോലീസൊക്കെ ആയിട്ട്. बाथिंग है ना 20 रुपीज है भैया. 20 रुपीज. मैं बोलो बाथिंग नहीं है, ओनली टॉयलेट. ടോയ്ലറ്റ് യൂസ് ചെയ്യാൻ വേണ്ടി 20 രൂപ. അതായത് കുളിയും ബാത്റൂമിൽ പോവാണെങ്കിൽ, അതായത് കുളിക്കുകയും ചെയ്യാം ടോയ്ലറ്റും പോവാം. ഇതിന് 20 രൂപ കൊടുക്കണം പോലും. കുളി മാത്രമായിട്ടോ അല്ലെങ്കിൽ ടോയ്ലറ്റ് മാത്രമായിട്ടോ യൂസ് ചെയ്യാൻ പറ്റില്ല. 20 രൂപ. പിന്നെ നമ്മൾ ആശയം പോയി 20 പറഞ്ഞില്ല. ഇതിപ്പോൾ സ്റ്റേഷനകത്തോട്ട് എന്തെങ്കിലും പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുക്കണം. അപ്പോൾ എന്തായാലും പൈസ ആവും. അതിനേക്കാൾ നല്ലത് ഇതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ചേട്ടൻ്റെ കൂടെ നമ്മൾ കേദാർനാഥ് ട്രക്കിങ്ങിന് വന്നതാണ് ഉത്തരാഖണ്ഡ്. അപ്പോൾ എനിക്ക് അന്ന് ഡൽഹി നമ്മൾ വന്നായിരുന്നു. അന്ന് ഡൽഹി നമ്മൾ കുത്തബ് മിനാർ, പിന്നെ എവിടെ റെഡ് ഫോർട്ട്, പിന്നെ ചാന്ദിനി സരോജിനി മാർക്കറ്റിലൊക്കെ പോയായിരുന്നു കേട്ടോ. മെട്രോ ഒക്കെ കയറി പോയതാണ്. അപ്പോൾ ഇപ്പോൾ
ഒറ്റയ്ക്ക് വരുമ്പോൾ നമ്മൾ പെട്ടുപോവാ. സംസാരിക്കാനായാലും ലാംഗ്വേജിന്റെ കാര്യത്തിലായാലും മൊത്തത്തിൽ പെട്ടുവന്ന അവസ്ഥയാണ് ഇപ്പോൾ. അപ്പോൾ ഇത് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് എനിക്കുണ്ടായിരുന്നു കേട്ടോ. ഇത് സുഖമാണ്, കാരണം നമുക്കിത് ഭാഷ വ്യക്തമായിട്ട് അറിയില്ല, പിടിച്ചു വെക്കുന്നു, അഡ്ജസ്റ്റ് ചെയ്ത് സംസാരിക്കുന്നു, പിന്നെ സ്ഥലങ്ങൾ അറിയില്ല, മാപ്പിട്ട് നോക്കണേ. ഇതാണ് വേണ്ടത്. എന്തായാലും അവിടെ ബാക്ക് ചായ വിളിക്കട്ടെ കേട്ടോ, എൻ്റെ നോക്കിയിട്ടാണ് വിളിക്കുന്നത്. ഓക്കെ എന്തായാലും നോക്കട്ടെ, ബാക്കി അപ്ഡേറ്റ് ചെയ്യാം. എന്തായാലും ഇനി ഇതിപ്പോൾ ഞാൻ വ്ളോഗ് എൻ്റെ ഇവിടെ നിന്ന്, എന്നിട്ട് ബാക്കി വ്ളോഗിന് അടുത്ത പാർട്ടായിട്ടായിരിക്കും ചെയ്യുക കേട്ടോ. കാരണം ചാർജിൻ്റെ ഇഷ്യൂ അല്ലെങ്കിൽ ഭയങ്കര ലെങ്ത് ആക്കാൻ എന്തായാലും ഞാൻ വിചാരിക്കുന്നില്ല. കേസ് വീണ്ടും ഞങ്ങൾ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ശ്രീ അപ്പുറത്തിരിപ്പുണ്ട് കേട്ടോ. ഞങ്ങൾ ഇവിടുന്നാണ് ഇപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യണത്. വേറെ പ്ലാറ്റ്ഫോമിൻ്റെ അകത്ത് കയറി ബാക്ക് വെച്ചു. ശ്രീയും വ്ളോഗ് എടുത്തിട്ടുണ്ട്, ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടും ഓൾമോസ്റ്റ് സെയിം ആണ്. നിങ്ങൾ എന്തായാലും ഇത് കാണുന്നുണ്ടെങ്കിൽ ആ വീഡിയോ കയറി കാണണം കേട്ടോ. കാരണം ഇതിലില്ലാത്ത ഫുഡൊക്കെ അതിലുണ്ട്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഞങ്ങളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഡൽഹി ഞങ്ങൾ എത്തി. ഇനിയിപ്പോൾ ഞങ്ങളിപ്പോൾ വേറെ സ്ഥലങ്ങളിലോട്ട് പോകുന്നുണ്ട്, അത് പ്ലാൻ ചെയ്തിട്ടില്ല. അപ്പോൾ അത് അടുത്ത പാർട്ടായിട്ട് ഇടുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ, ബാക്കിയെല്ലാം അടുത്ത വീഡിയോസിൽ അപ്ഡേറ്റ് ചെയ്യാം. എല്ലാവരും പറ്റുകയാണെങ്കിൽ ലൈക്ക് അടിക്കുക, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളെ കൂട്ടുകാരൊക്കെ തന്നെ ആയിരിക്കും ഇത് കാണുന്നത്, ഓൾറെഡി സബ്ബൊക്കെ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ ഗൈസ്, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം ഗൈസ്. അതുവരെയും ബൈ.